പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇങ്ങനെ അകലം അല്ലെങ്കിൽ അടുപ്പം, അങ്ങനെ ഒരു സങ്കല്പമില്ല ശരിക്കും. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണ്, ഓൺലൈനായിട്ടാണ് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ മനസ്സിലാകും, ഈ മുഴുവൻ ആരാധനകളിലും സൗഖ്യം നടക്കുന്നുണ്ട്. വളരെ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സൗഖ്യം നടക്കുമ്പോൾ അതുപോലെ ദൈവികമായ ഇടപെടൽ, ജോലി, വീട്, വിവാഹം, ജീവിതാവസ്ഥകളിലെല്ലാം ദൈവികമായ ലൈറ്റ്നിങ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ് വരുന്നത്. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ ആർക്കാണ് ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ അവരുടെ സംസാരമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് കലർപ്പില്ലാതെ അങ്ങ് വിശ്വസിക്കുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ കലർപ്പുള്ള വിശ്വാസമുണ്ട്. നമുക്കറിയാം, നമുക്ക് ഈ ഓൺലൈൻ ആരാധനയിൽ കൂടുമ്പോൾ സാധാരണ വന്ന് പിൽഗ്രിമായിട്ട് തീർത്ഥാടനം ചെയ്തെത്തുന്ന ആരാധനയും ഓൺലൈൻ ആരാധനയും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങളെ വിശ്വാസം ട്യൂൺ ചെയ്യണം അത് ശരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കും. കാര്യം നമ്മുടെ ഇവിടെ കമ്മ്യൂണിറ്റി ഇല്ല, ഒരു സമൂഹം നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കണില്ല, ദൃശ്യ സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നിങ്ങൾക്ക് ദിവ്യകുർബാനയിൽ നോക്കാനും അതേ ശ്രദ്ധയോടെ, അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണ് ഇരിക്കുന്ന കാരണം പല അശ്രദ്ധകൾ വരുമല്ലോ. ചില കൊച്ചുങ്ങൾ വന്ന് മടിക്കറിയിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വന്ന് ചിലപ്പോൾ ടി വി ഓൺ ചെയ്യും. ഇങ്ങനെ ഒത്തിരി അശ്രദ്ധകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്. ഒത്തിരി അശ്രദ്ധകൾ, പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചില വീട്ടിൽ ഏതെങ്കിലും വിഷയത്തിൽ കലഹം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാകാം. വസ്തു കൈമാറ്റമോ മേടിക്കലോ, അല്ലെങ്കിൽ ഈ ഓണക്കിറ്റ് വാങ്ങിക്കുന്ന കാര്യത്തിൽ പോലും ആര് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് തർക്കമാണ്. ചില പറഞ്ഞ പ്രായമായ വലിയമ്മമാരെ വിടും, ചില പിള്ളേരെ വിടും. അപ്പം ഇങ്ങനെ താൻ നീ പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും തർക്കമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വയ്യാവേലികളുടെ ഇടയിലാണ് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഞാൻ പറയണത്, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ വയ്യാവേലികളുടെ ഇടയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേകതയുണ്ട്. ഈ വിശ്വാസം, ഇപ്പോൾ നമുക്ക് കോമൺ ഫെയ്ത്ത്, ഇപ്പോൾ നമ്മൾ ഒരുമിച്ചൊരു സംഘാതമായിട്ട് ആരാധിക്കണതും നമ്മൾ ഒറ്റക്ക് ആരാധിക്കണം തമ്മിലുള്ളൊരു വ്യത്യാസം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓൺലൈൻ ആരാധനയിൽ പലതരത്തിലുള്ള ലോസ്വരങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതിന് ഉള്ളിൽ ആരാധിക്കുക, അതിൻ്റെ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ സാക്ഷ്യം നൽകുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ ഇന്ന് ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാവോ? വിശ്വാസം മാത്രമല്ല, വിശ്വസ്തതയെന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. ഫിഡലിറ്റി, ദാറ്റ് ഈസ് സർവൈവ്ഡ് ഫെയ്ത്ത്. കർത്താവ് എപ്പോഴും നോക്കുന്നൊരു സംഭവമുണ്ട്. യുവർ ഫെയ്ത്ത് സർവൈവ്ഡ് ഓർ നോട്ട്. നിൻ്റെ വിശ്വാസം സർവൈവ് ചെയ്തതാണോ, അതിജീവിച്ചതാണോ? അതിജീവിച്ചതാണെങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം പങ്കു ചേർക്കത്തുള്ളൂ. ഇറ്റ്സ് എ ഫാക്റ്റ്. നിൻ്റെ വിശ്വാസം അതിജീവിച്ചതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പെർഗാമയിലെ സഭ വെളിപാടിൻ്റെ പുസ്തകത്തിൽ മഹാപ്രമേയമാണ്. പെർഗാമിലെ സഭ. ഇപ്പോൾ പെർഗാമിലെ സഭയിലെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരിയേറെ അലോസരങ്ങൾ ഇതുപോലെ ഉണ്ടായ ഒരു സഭയാണ്. കാര്യം പല വിഷയങ്ങളാണ് അവിടെ. ഗവർണർമാർ, കളക്ടർമാരൊക്കെ റോമിലെ സിസ്റ്ററിൻ്റെ വെർഡിക്റ്റുകളെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ വേണ്ടി വിശ്വാസികളെ പ്രീണിപ്പിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് അത്. അവിടെയാണ് നിക്കോളാവോസ് പക്ഷക്കാരൊക്കെ കാണുന്നത്. പല പക്ഷമുണ്ടല്ലോ അല്ലേ കാലത്ത്. ഇപ്പോഴും പക്ഷത്തിന് കുറവൊന്നുമില്ലേ, ഓരോ പക്ഷം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഏതെങ്കിലും പക്ഷത്തൊക്കെ ഇരിക്കും നമ്മൾ.
സമൂഹത്തിൽ ജീവിക്കുമ്പോൾ. അപ്പോൾ ആദിമസഭയിലും പക്ഷമുണ്ടായിരുന്നു, നിക്കളാവസ് പക്ഷം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കളാവസ് പക്ഷത്തിന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസറാണ് ദൈവം എന്നും പറഞ്ഞ് സൊയൂസിൻ്റെ ക്ഷേത്രം പണിത്. അപ്പം അവിടെ പോയി ആരാധിക്കാൻ വേണ്ടി ആരാധിക്കുന്ന ഒരു രാജാവിനെ ദൈവമായിട്ട് കാണും. അപ്പം അങ്ങനെ ഉള്ള ഒരു കാലത്ത്, പക്ഷേ നമുക്കറിയാമല്ലോ, ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴുത്ത് കണ്ടിച്ചാലും ആ വിശ്വാസത്തിൽ നിന്ന് മാറത്തില്ല. അപ്പം അതുകൊണ്ട് ബൈബിൾ പറയും ഇങ്ങനെയൊക്കെ പല നിക്കളാവസ് പക്ഷം എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ഈ മൊവാബിയർ സ്ത്രീകളുമായി അത് ബാലാവും ബാലക്കും തമ്മിലുള്ള ചരിത്രമാണ് ശരിക്കും. ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് പോകുന്ന വഴിക്ക് മൊവാബിയർ രാജാവ് പറഞ്ഞു, ബാലാം പറഞ്ഞു, ബാലാക്കിനെ വിളിച്ചു പറഞ്ഞു, നീ ഇവരെ ശപിക്കാൻ പറഞ്ഞു. അപ്പോൾ ബാലാക്ക് പറഞ്ഞിട്ട് ബാലാം ശ്രദ്ധിച്ചില്ല, അതിന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പക്ഷെ വേറൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും. മോവാബിയ സ്ത്രീകളോട് പറഞ്ഞ് നീ ഇസ്രായേൽക്കാരെ മോഹിക്കാൻ പറഞ്ഞു. അയ്യോ, അത് പടിയായിപ്പോയി. അപ്പോൾ ഇസ്രായേൽക്കാർ സ്ത്രീകൾ വളരെ ആശയപരമായ ഒരു പോരാട്ടം പരാജയപ്പെട്ടെന്ന് കണ്ടപ്പോൾ, വിശ്വാസപരമായൊരു പോരാട്ടം പരാജയപ്പെട്ടെന്ന് കണ്ടപ്പോൾ ശാരീരികമായ ആനുകൂല്യങ്ങളിലൂടെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ മോവാബി സ്ത്രീകളെല്ലാം ഇസ്രായേൽക്കാരോടുകൂടി മിങ്കിൾ ചെയ്തു. അവരോടൊക്കെ വളരെ സ്നേഹമായിട്ട് പെരുമാറി അവരുമായിട്ട് വീഴ്ചയിലായിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്വാധീനം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവർ തകർന്നു, യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ ഇതുപോലെ വ്യഭിചാരമാണെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയാണെങ്കിൽ വിശ്വാസവഞ്ചന, 10 പൈസ കിട്ടണ ഒരു ഏർപ്പാടാണെങ്കിൽ കുർബാന വരെ മുടക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന വരെ മുടക്കാം. അതാണ് നിക്കളാവസ് പക്ഷം എന്ന് പറയുന്നത്. നിക്കളാവസ് പക്ഷക്കാരുടെ ഉപദേശം ഉണ്ടായിട്ടും എൻ്റെ വിശ്വസ്ത സാക്ഷിയായ ഇതിങ്ങനെ ചെയ്യാതിരുന്ന ഒരാളുണ്ടേ. വെളിപാടിൻ്റെ പുസ്തകം 2:3 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വെളിപാട് 2:13 12 മുതലുണ്ടാ വചനം. പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു. മൂർച്ചയുള്ള ഇരുതല വാളുള്ളവനെന്ന് പറഞ്ഞ ആരാണ്? വചനം ആരാണ്? ഈശോയാണ്. ഈശോ പറയുന്നെന്നാണ് പറയണത്. വെളിപാട് ഭയങ്കര രസമാണ്, ഇടയ്ക്ക് വായിക്കണേ. പെർഗാമോസിലെ സഭയുടെ ദൂതനെ, വെളിപാട് 2:12-13 എഴുതുക. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, കർത്താവ് പറയുന്നു. എന്താണ് പറയണത്? നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. അതുതന്നെ ഏറ്റവും വലിയ കാര്യം. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണേ? ഇപ്പോൾ 5 മാസമായി നമ്മൾ വലിയൊരു മാരക രോഗത്തിൻ്റെ ഭീഷണിയിലാണ്. അതിൻ്റെ പേരിൽ സാമ്പത്തികമായ തകർച്ചയുണ്ട്. കുടുംബത്തിൽ തന്നെ എല്ലാവരും ചുറ്റുവട്ടങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കണ കാരണം കെട്ടിരിക്കണ വെള്ളത്തിൽ കേടുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അസ്വസ്ഥതകളും തമ്മിൽ പോരും എല്ലാം ഉണ്ട്. അതാണ് കർത്താവിൻ്റെ. അപ്പോൾ ഇതെല്ലാം കർത്താവിനെ അറിയാം. അതാണ് പറയുന്നത്, നീ എവിടെ വസിക്കുന്നു? കൊറോണ കാലത്ത് നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ അവസ്ഥകൾ നമുക്ക് കർത്താവിനോട് ചോദിക്കും, കർത്താവേ നീ ഇതൊന്നും അറിയണില്ലെന്ന് നമ്മൾ മണ്ടത്തരാ. നീ ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയാം, നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം. എവിടെയാണ് വസിക്കണത്? സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്തായി പറയണത്? അതായത് സാത്താൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ സാത്താൻ യേശുവിൽ നിന്ന് നമ്മളെ
മാറ്റിക്കളയുന്ന ശക്തികൾ പ്രവർത്തിക്കുന്ന ഇടം. അങ്ങനെ ഉണ്ടോ? യേശുവിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്ന ഇടം, അതാണ് സാത്താൻ്റെ ഇരിപ്പിടം എന്ന് പറയണത്. അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. മക്കളെ, ഇതൊരു സീരിയസ് വിഷയമാണ്. ഇപ്പം നമ്മൾക്ക് വാട്ട് എവർ മേ ബി ദ കണ്ടീഷൻസ്, നമുക്ക് നമ്മുടെ അവസ്ഥകൾ, ശാരീരികാവസ്ഥ, രോഗമാകാം, സാമ്പത്തിക അവസ്ഥ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ഉടക്കായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു അബോർഷൻ സംഭവിച്ചിരിക്കുന്ന അവസ്ഥയാകാം, നീ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിൽ. ഇങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് ലൈഫാണ്, ലൈഫിൻ്റെ അകത്ത് ഉള്ളതാണത്, ലൈഫിലുള്ളതാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ഈശോ എന്നാ പറയണത്? ഈശോ പറയുന്നത്, അത് നമ്മൾ ഞാൻ മറന്നു പോരുതേ, വെളിപാട് 2:13, നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനമുള്ളിടത്ത് തന്നെ, എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. ദാറ്റ് ഈസ് വണ്ടർഫുൾ. ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കണ്ടീഷൻസ് വാട്ടർ മേ ബി അൺഫേവർ, നമുക്കെതിരെയാകാം, പക്ഷെ അപ്പോഴും we uphold the name of Jesus. നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കും. കർത്താവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ വിശ്വാസവും വിശ്വാസത്തോടനുബന്ധിച്ചിട്ടുള്ള, ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് എ സ്റ്റാൻഡ്, ലൈഫ് സ്റ്റാൻഡാണത്. കർത്താവിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിത നിലപാടാണ് വിശ്വാസം എന്ന് പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ എവിടെ വസിച്ചാലും നിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാൻ, വിശ്വാസത്തിന്റെ നിലപാടോടുകൂടി സാക്ഷ്യമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ എവിടെ വസിച്ചാലും അതിന്റെ നാമത്തെ മുറുകെ പിടിക്കുവാനും വിശ്വാസത്തിന്റെ നിലപാടോടെ സാക്ഷ്യം വഹിക്കുവാനും എന്നെ സാക്ഷിയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. സന്തോഷത്തോടെ സ്വരത്തില്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളെ സാക്ഷികളാകും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് തിന്മയുടെ സാഹചര്യത്തിൽ എന്താ സംഭവിക്കണത്? സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും ഇപ്പോൾ സാക്ഷിയെ എന്തുമാത്രം ഈശോ ചേർത്ത് പിടിക്കണം കണ്ടില്ലേ? ഇപ്പോൾ സാക്ഷിയുടെ പ്രത്യേകത എന്താണ്? വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. സാത്താൻ വസിക്കുന്ന സിംഹാസനത്തിലാണ് എൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്നത്. പലതരത്തിലുള്ള ചിന്താധാരകൾ, പലതരത്തിലുള്ള നിലപാടുകൾ, വിശ്വാസങ്ങൾ, രാഷ്ട്രീയ വിശ്വാസങ്ങൾ എല്ലാം പലതരത്തിലുള്ള. അപ്പോൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതൊന്നും പുതിയതല്ല, എല്ലാം പഴയതാണ്. ഇപ്പം തന്നെ സങ്കര വിവാഹത്തിലൂടെ ഗർഭിണിയായ വിശ്വാസത്തിന് വ്യത്യസ്തങ്ങളായ വിശ്വാസം, കലർപ്പില്ലാത്ത വിശ്വാസം മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാത്ത ആൾക്കാർ മറ്റു വിശ്വാസികളിൽ നിന്ന് ഗർഭം ധരിച്ചിട്ട് ഫേസ്ബുക്ക് ആഘോഷിക്കണത്. അപ്പോൾ നമ്മളവർക്ക് അത് ശരിയാകുമെന്ന് പറയും, അത് ശരിയാകുമായിരിക്കുമെന്ന് പറയും. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ്, നമ്മുടെ വിശ്വാസത്തിന് പ്രലോഭനങ്ങൾ നേരിടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണത്. അതാണ് ഈ പറയണത്. അവിടെ എന്നാ സംഭവിച്ചിരിക്കുന്നത്? സാക്ഷി എന്ന് പറയുമ്പോൾ കർത്താവ് എല്ലാവരും സാക്ഷികളാണ്, പക്ഷേ വിശ്വസ്ത സാക്ഷി എന്ന് പറയും.
നമ്മളതിൻ്റെ വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവത്തില്ല. അങ്ങനെയാണ് ഇതുപോലെ വിശ്വാസ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. എന്നിട്ട് പിന്നെ അതുകൊണ്ട് ഇരുട്ട് കൊണ്ട് കൂട്ടടച്ചിട്ട് കാര്യമില്ല. ചില തരികട കല്യാണം കാണിച്ചില്ലേ, ഇവിടെയും ഒരു പള്ളിയിലും കല്യാണം കഴിച്ച് പിന്നെ വേറെ ഒരു മതസ്ഥാപനത്തിൻ്റെ സ്ഥലത്തും പോയി മാലയിട്ട്, അതൊക്കെ തരികിട പരിപാടികളല്ലേ. ഇത് വിശ്വാസത്തിൻ്റെ ഊട്ടയടക്കണ താൽക്കാലികമായ സമൂഹത്തിന് മുമ്പിൽ കണ്ണി പൊടിയിടുന്ന താൽക്കാലികമായ നിലനിൽപ്പാണത്. ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രലോഭനങ്ങളെന്ന് പറയണത്. അപ്പോൾ അത് എന്താ എഴുതിയിരിക്കണമെന്ന് നോക്കിയേ, നീ എവിടെ വസിക്കുന്നുവെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ, എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. അത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നിൽക്കുമ്പോഴും കർത്താവിൻ്റെ നാമത്തെ, വിശ്വാസത്തിൻ്റെ നിലപാടിനെ, ഇപ്പോൾ ചില പറഞ്ഞാൽ കെട്ടിയില്ലെങ്കിലും കാര്യമില്ല, ഒരു പ്രശ്നമില്ല, ഞാൻ ഒറ്റക്ക് ജീവിക്കും, പക്ഷേ ഞാൻ വിശ്വാസം ജീവിച്ച് വിശ്വാസാക്ഷിയായി മരിക്കുമെന്ന് പറയണം. എത്രയോ വിശ്വാസികൾ ആണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അതാണ് പെർഗാമോസിലെ സഭ. എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു, സത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും രക്തസാക്ഷികൾ വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം ചൂടിയ സമയത്ത് പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടിഞ്ഞില്ല. അപ്പം വിശ്വാസത്തിന് തകർച്ചയാണ് ഉണ്ടായത്. മുറുകെ പിടിച്ചിട്ട് തലയാണ് പോയത്. മുറുകെ പിടിച്ചിട്ട് തല പോയ ഒരു സമൂഹത്തിലാണ്. അന്തിപ്പാസിൻ്റെ തല പോയി ശരിക്കും, വിശ്വാസം മുറുകെ പിടിച്ചിട്ട്. അപ്പം നഷ്ടമുണ്ടായത്, ജീവത്യാഗം, ജീവനും ജീവിതത്തിനും നഷ്ടമുണ്ടായിട്ട് പോലും നീ നിലനിന്നു. അതിനാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ചെന്നറിയാവോ? ഞാൻ എപ്പോഴും എൻ്റെ എപ്പോഴും ഉണ്ടായിരുന്നൊരു പ്രശ്നമാണ്, വൈ ജേക്കബ്, വൈ പീറ്റർ, വൈ ജോൺ. എപ്പോൾ നോക്കിയാൽ ഈശോ മൂവ് ചെയ്യുമ്പോൾ സീരിയസ് വിഷയം വരുമ്പോഴൊക്കെ, ഒരു സീരിയസ് ഇടപെടലുണ്ടാകുന്ന സമയത്തെല്ലാം ഈശോ കുറേ ശിഷ്യന്മാർ അങ്ങോട്ട് എലിമിനേഷന് വരും. എലിമിനേഷൻ ഗ്രൗണ്ട് റിയാലിറ്റി സ്റ്റോറിയിൽ മാത്രമല്ല, വിശ്വാസ ജീവിതത്തിലുണ്ട്. കുറച്ച് പേര് 9 പേരങ്ങോട്ട് എലിമിനേറ്റ് ആയിപ്പോവും. പിന്നെ അവശേഷിക്കുന്നത് ആരാ? പീറ്റർ അവശേഷിക്കും, പിന്നെ ജോൺ, യോഹന്നാൻ, പിന്നെ ജെയിംസ്, ജേക്കബ്. ഈ 3 പേരെ അല്ലാതെ വേറെ ആരെയും, കുട്ടികളുടെ അങ്ങനൊരു വചനമുണ്ട്, ജൈറസിൻ്റെ മകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈശോ ജൈറസിൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഓൾറെഡി മരണം സംഭവിച്ചിരിക്കും. അപ്പോഴേ ഈശോ പറയും, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈശോ അകത്ത് കയറുമ്പോൾ സുവിശേഷം പറയുന്നൊരു വചനമാണ്. അത് യോഹന്നാൻ്റെ ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. കൈകൾ വീശി പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:51. ഈശോ ജൈറസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ 8:51 അവൻ വീട്ടിലെത്തിയപ്പോൾ തന്നോട് കൂടെ അകത്ത് പ്രവേശിക്കാൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും പെൺകുട്ടിയുടെ പിതാവിനെയും മാതാവിനെയും അല്ലാതെ മറ്റാരെയും അനുവദിച്ചില്ല. അത് 8:51. ചില സമയത്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കുറേ ആൾക്കാരെ ദൈവം അനുവദിച്ചില്ലെന്നാണ് പറയണത്. അപ്പോൾ ഇടിച്ചു തലി കയറേണ്ട കാര്യമൊന്നുമില്ല. വി വിൽ ലോസ്റ്റ് പെർമിഷൻ. കളിയല്ല, വലിയ സീരിയസ് വിഷയമാണ്. അനുവാദം വേണം, പെർമിഷൻ. അനുവദിച്ചില്ലെന്ന് എഴുതിയിരിക്കണം. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ? 8:51 പത്രോസിനെയും യാക്കോബിനെയും അതുപോലെ യോഹന്നാനെയും അല്ലാതെ
മറ്റാരെയും തന്നോടുകൂടെ അകത്ത് പ്രവേശിക്കാൻ അവൻ അനുവദിച്ചില്ല. ആ വാക്കിനാണ് എനിക്ക് പ്രാധാന്യം കൊടുക്കാൻ തോന്നണത്. അനുവദിച്ചില്ല. ആരെയാണ് ഈശോ തന്നോടുകൂടെ ക്രൂഷ്യൽ ടൈം മാനേജ് ചെയ്യാൻ അനുവദിക്കണത്? ആരെയാണ് അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ് പത്രോസിനെ അനുവദിച്ചത്, അന്ത്രയോസിനെ യാക്കോബിനെ അനുവദിച്ചത്, യോഹന്നാനെ അനുവദിച്ചത്? ചിലപ്പോൾ ഈ അബദ്ധം നമുക്കും പറ്റും. നമുക്കും ഈ അനുവാദം എടുത്ത് പെർമിഷൻ കളായി. ചിലപ്പോൾ നമുക്കും പെർമിഷൻ ഉണ്ടാകത്തില്ല കൂടെ നടക്കാൻ. നമ്മൾ മസിലും പിടിച്ചൊക്കെ ഇങ്ങനെ നടക്കും, അനുവാദമില്ല. കുറച്ച് ടൈം കഴിയുമ്പോൾ അനുവാദമില്ല. ഈ യാത്രയിൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ വിശ്വാസിക്ക് അനുവാദം നഷ്ടപ്പെടാനുള്ള സാധ്യത നമ്മൾ കണ്ടെടുക്കണം. Why they lost permission to abide with Jesus? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കൂടെ കൂടാൻ അവർക്ക് അനുവാദം നഷ്ടപ്പെട്ടത്? അഥവാ അതർവൈസ് വാട്ട് ഈസ് ദ മെറിറ്റോറിയസ് കണ്ടന്റ്? എന്തുകൊണ്ടാണ് അവർക്കൊരു മെറിറ്റ് ഉണ്ടായത്? കൂടെ നടക്കാനുള്ള മെറിറ്റ് പത്രോസിൻ്റെ എന്താണ്? ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ വിഷയം. അപ്പോൾ എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്, ഈ വിശ്വസ്ത സാക്ഷ്യം എന്ന് പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ 2:13 വെളിപാട് 2:13 ആരുടെ പുസ്തകമാണത്? ജോണിൻ്റെ പുസ്തകമാണത്. വെളിപാട് എഴുതിയ ആരാണ്? വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ യോഹന്നാൻ്റെ ആ കൺസെപ്റ്റ് കണ്ടില്ലേ? അദ്ദേഹത്തിന് കിട്ടിയ വെളിപാട് എന്താണ്? അതായത് വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നു. ഏറ്റവും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിക്ക് തലപോയ ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴും പെർഗാമോസിലെ സഭ stood firm. കർത്താവിൻ്റെ കൂടെ അങ്ങ് ഉറച്ചു നിന്നു. അതാണ് സംഭവം. അതാണ് എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലത്തും നീ ഉറച്ചു നിന്നു. അതെന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താണ്. സർവൈവ്ഡ് ഫെയ്ത്ത്. ആൻഡ് സെൻറ്റ് ജോൺ ഈസ് ഹോൾഡിങ് ദിസ് സർവൈവ്ഡ് ഫെയ്ത്ത്, ദാറ്റ് ഈസ് ഫിഡലിറ്റി. സെൻറ്റ് ജോൺ എന്താണ് ഹോൾഡ് ചെയ്യണത്? സെൻറ്റ് ജോണിൻ്റെ ഫെയ്ത്ത് കൺസെപ്റ്റ് എന്താണ്? വിശ്വാസമല്ല, വിശ്വസ്തത. ഇനി ഇവരെല്ലാം പരിശോധിക്കാൻ നമുക്കറിയാൻ പറ്റും. ഇവർക്കെല്ലാം ഈ സർവൈവ്ഡ് ഫെയ്ത്തിൻ്റെ ആൾക്കാരാണ്. ഒരു വേദന, ഒരു രോഗം, ഒരു കഷ്ടപ്പാട്, ഒരു കടം, ഒരു തകർച്ച, ഇതിനെല്ലാത്തിനെയും നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഈശോ ഈ അസൈൻമെൻറ്റ് തരണത്. നമ്മുടെ എല്ലാ സഫറിങ്സും ഒരു അസൈൻമെൻറ്റാണ്. അപ്പോൾ ഈശോ പറഞ്ഞ അത് ആ പ്രോബ്ലം നോക്കട്ടെ, ലെറ്റ് us see. ഞാൻ ഇവിടെയാണ് അമ്മയുമായിട്ട് എനിക്ക് അമ്മയെ തന്നത്. ഞാൻ ചില സമയത്തൊക്കെ വല്ലാണ്ടായി പോണ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു, നിലക്ക് കളിയില്ലാത്ത സമയത്തും. അപ്പോഴും ഞാൻ കൊന്ത കയ്യിൽ നിന്ന് മാറ്റത്തില്ല. കൊന്ത എല്ലാവരും വലിയ പ്രാർത്ഥന ഉണ്ടെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കണമില്ല. കുർബാന പിന്നെ നമുക്ക് പ്രാർത്ഥനയായിട്ട് മാത്രം എടുക്കാൻ പറ്റത്തില്ല. അത് ആത്മാവിൻ്റെ പ്രാണവായു പോലെയാണത്. ഞാൻ പറഞ്ഞത് അതിന് ഔട്ട് ഓഫ് വോൾട്ട് ഒരു പോപ്പുലർ സ്ട്രീറ്റ് വോൾട്ടറാണ് ശരിക്കും പറഞ്ഞ ജപമാല എന്ന് പറയണത്. അപ്പോൾ ഇങ്ങനെ കുറേ നാളിങ്ങനെ കൂടെ നടന്നപ്പോൾ എൻ്റെ സങ്കടങ്ങളിലും സഹനങ്ങളിലും എല്ലാം സർവൈവ് ചെയ്യാൻ വേണ്ടി അമ്മയെ കൂട്ടിത്തന്നു. അത് വലിയ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണത്. അമ്മയുടെ കൂടെ കാര്യം അമ്മ ഈ വിഷയങ്ങളെല്ലാം സർവൈവ് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ കമാൻഡോസിന് ഗൈഡിനെ കൊടുക്കണ പോലെ നമുക്ക് നിങ്ങളും അച്ഛനോട് ചേർന്ന് ഇപ്പോൾ കൃപാസനത്തിൽ ഉടമ്പടി ചെയ്ത മക്കളില്ലേ, നിങ്ങൾക്കൊക്കെ തോന്നരുത് ഇതൊരു പ്രെയർ ഫോം മാത്രമാണ്. അങ്ങനെയല്ല, ഇതൊരു ദൈവികമായ പദ്ധതിയാണ്. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ജീവിത സങ്കടങ്ങളെ സർവൈവ് ചെയ്തിട്ട് വിശ്വാസത്തിൽ നിന്ന് വിശ്വസ്തതയിലേക്ക് പ്രവേശിക്കുന്ന പെർഗാമോസിലെ സഭയുടെ അംഗമായി മാറാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കാൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം
യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാൻ യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങേടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. ആരാധിക്കാൻ യേശുവിനെ അധികാരമുള്ളവരെ, വണങ്ങേടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതരെ. ഈ സർവൈവ്ഡ് ഫെയ്ത്ത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ദാറ്റ് മീൻസ് ഫെയ്ത്ത് അലോൺ എന്ന്. സർവൈവ്ഡ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ അതിന് സഹനങ്ങളെ അതിജീവിച്ച വിശ്വാസമെന്ന് മാത്രമല്ല, രണ്ടർത്ഥമുണ്ട് അതിന്. വാട്ട് ഈസ് ഫിഡലിറ്റി? ഫിഡലിറ്റി ഈസ് സർവൈവ്ഡ് ഫെയ്ത്ത്. എന്താണ് വിശ്വസ്തത? വിശ്വസ്തത അതിജീവിച്ച വിശ്വാസം. ഒരു വിഷയത്തെ, സങ്കടകരമായ വിശ്വസത്തെ, ഒരു സ്പിരിച്വൽ ക്ലാമിറ്റി, ആധ്യാത്മികമായ ദുരന്തത്തെ അതിജീവിച്ച ഒരു വിശ്വാസം. ദാറ്റ് ഈസ് ഫിഡലിറ്റി, സർവൈവ്ഡ് ഫെയ്ത്ത്. ഈ സർവൈവ്ഡ് ഫെയ്ത്ത് ചില സമയത്ത് രണ്ട് തരം വരും. ഒന്ന് ഫെയ്ത്ത് എലോൺ വരും. ഫെയ്ത്ത് എലോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം സർവൈവ്ഡ് ഫെയ്ത്തിന് തന്നെ അത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളെന്ന് പറയത്തില്ലേ. ഒരു വശം ഈ വിഷയങ്ങളെ അതിജീവിച്ച, സങ്കടങ്ങളെ അതിജീവിച്ച് വിശ്വസ്തയോടെ നിലനിന്ന മറുവശം എന്ന് പറയുമ്പോൾ നോൺ ഇൻ്റലക്ച്വൽ ദാറ്റ് മീൻസ് നോൺസെൻസ് ഫെയ്ത്ത് ഉണ്ട്. നോൺസെൻസ് ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയ്ത്ത് എലോണാണത്. ചില സമയത്ത് അങ്ങനെ വരും. 2-3 പ്രോജക്റ്റ് എങ്കിലും നമുക്കൊരു വർഷം നമുക്കൊരു നോൺസെൻസ് ഫെയ്ത്തിൻ്റെ പ്രോജക്റ്റ് കിട്ടിയാൽ നീ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുക വെച്ചാൽ വാട്ട് ഈസ് നോൺസെൻസ് ഫെയ്ത്ത്? നോൺസെൻസ് ഓഫ് ദ സെൻസ് ഫെയ്ത്ത് മേ നോട്ട് ബി സീംസ് ടു ബി റീസണബിൾ. അതാണ് നോൺസെൻസ് ഫെയ്ത്ത്. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് നമ്മുടെ ലുക്കായുടെ സുവിശേഷത്തിൽ ഇപ്പോൾ ജൈറൂസിൻ്റെ കേസ് തന്നെ എടുക്കാം. ജൈറൂസിൻ്റെ കേസ്, ജൈറൂസ് ആദ്യം ഈശോനോട് പറഞ്ഞ അയാൾ അധികാരിയാണ്, സിനഗോഗ് അധികാരിയാണ്. എന്നാ ഈശോനോട് പറയണത്? എൻ്റെ മകൾ മരണാസന്നയായിരിക്കുന്നു. ഇപ്പോൾ ലുക്കായുടെ സുവിശേഷമില്ലേ 8:41-42 വചനങ്ങൾ, ലുക്ക 8. അപ്പോൾ യേശുവിനെ കാണുമ്പോൾ ജൈറൂസ് കമഴ്ന്ന് വീഴുകയാണ്. അത് പറയാം, എൻ്റെ മകൾ മരണാസന്നയായിരിക്കുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് സ്റ്റിൽ ഷീസ് ലിവിങ്. മരിച്ചു ചത്തിട്ടില്ല, ആളുണ്ട്. അപ്പോൾ ദെയർസ് എ ചാൻസ് ഫോർ ഹീലിംഗ്. ആളുണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. അപ്പോൾ നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ തീർച്ചയായിട്ടും അവൾ ജീവിക്കും. അപ്പോൾ ദെയർസ് എ ചാൻസ് ഫോർ ഹീലിംഗ്. ആളിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു എടാകൂടം കയറി വന്ന് ആപ്പടെ പ്രശ്നമായി. ആരാണ്? രക്തസ്രാവക്കാർ രോഗി വന്നത്. എടാകൂടമല്ല, അതിനേക്കാൾ വലിയ ഗ്രേറ്റർ മിറക്കിളാണ് സംഭവിച്ചിരിക്കേണ്ടത്. രക്തസ്രാവക്കാർ രോഗി വന്ന് പുറകെ കൂടി വന്ന് അവൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊട്ടു. കാര്യം ഈശോ സ്പീഡാണ് ജൈറൂസിൻ്റെ വീട്ടിലോട്ട് പോകാൻ. കാരണം മരണാസന്നയല്ലേ. അപ്പം പിന്നെ അവിടെ നിന്ന് പതുക്കെ പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് സ്പീഡായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് ജനങ്ങളും ഈശോനെ തിരക്കി പോകുന്ന സമയത്ത് രക്തസ്രാവ രോഗിക്ക് ഈ സ്പീഡ് കാരണം ഈശോക്ക് അവരെ ശ്രദ്ധിക്കാനും ഒന്നും പറ്റണില്ല. അപ്പോൾ അവൾ സ്പീഡിൽ പോകുന്ന കർത്താവിനെ വസ്ത്രത്തിന് വിളിമ്പിലെങ്കിലും പുറകിൽ നിന്ന് ഭേദമനായി ഉടനെ ശക്തി പ്രവർത്തിച്ചത്. ഇതൊരു ഭയങ്കരമാണ് മക്കളെ ഈ വിശ്വാസം എന്ന് പറയണത്. ഇങ്ങനെ ജൈറൂസിൻ്റെ വീട്ടിലേക്ക് ഇത്രയും സ്പീഡായിട്ട് പോകണല്ലേ. കാര്യം മരണാസനായ കുട്ടിയെ കാണാൻ പോകുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്പീഡ് എടുക്കുന്ന സമയത്ത് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ ഈശോക്ക് നേരമില്ല. അതുകൊണ്ട് പക്ഷേ അപ്പോൾ ഇങ്ങനെ പാഞ്ഞു പോകുന്ന കർത്താവിനെ ഇങ്ങനെ ആഞ്ഞു പിടിക്കണ ഒരു വിശ്വാസമുണ്ട്. ദാറ്റ് ഈസ് രക്തസ്രാവക്കാരുടെ വിശ്വാസമാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാഞ്ഞു പോകുന്ന കർത്താവിനെ ആഞ്ഞു പിടിക്കുന്ന വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവേ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഏറ്റുപറയാം യേശുവിനെ കർത്താവിനെ. ആരാധിക്കാം
യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതരെ ആരിലും ഉന്നതരെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അവളിങ്ങനെ അവൾക്ക് ഉള്ളിലൊരു വിശ്വാസമാണ്. ആർക്കാണ് ഉള്ളിലെ ഒരു കരുതലേ? എന്താണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിക്കാനിടയായാൽ താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളിൽ കരുതിയിരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലെ ഒരു കരുതലാണ്. പക്ഷേ ഉള്ളിലെ കരുതലാണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനുള്ള അല്ലത്. ചില ആൾക്കാർ പറഞ്ഞു വിശ്വാസമൊക്കെ ഒരു പ്രൈവറ്റ് കാര്യമല്ലേ. എന്ത് ഇഡിയറ്റാണ് വർത്തമാനാണെന്ന് പറഞ്ഞത്. വിശ്വാസം പ്രൈവറ്റ് കാര്യമല്ല. അപ്പം അവളെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? അവളെ ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ മഹത്വം കർത്താവേ ഹല്ലേലൂയ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന. അതിമനോഹരമായൊരു വചനം 9:21 മത്തായിയുടെ സുവിശേഷം 9:21. ഈ രക്തസ്രാവക്കാരിയെക്കുറിച്ച് മത്തായി റിപ്പോർട്ട് ചെയ്യണതാണ്. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു പേരാ എന്താണ്? ഉള്ളിലെ വിചാരം. പക്ഷേ പ്രശ്നമുണ്ട്. വിശ്വാസം ഉള്ളിലെ വിചാരം മാത്രമല്ല, ഈ ഉള്ളിലെ വിചാരമാണ് പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കേണ്ടത്. ഇപ്പോൾ ചില മണ്ടന്മാർ പറയവേ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ, അതൊക്കെ ഉള്ളിൽ ഇരുന്നാൽ പോരെ, എന്തിനാണ് ഈ കസരത്ത് കാണിക്കുന്നത്? എൻ്റെ മക്കളെ കസരത്ത് കാണിക്കേണ്ടി വരും. കാര്യം വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. വിശ്വാസം പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു സംഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ ഗൂഗിൾ മീറ്റ് നടത്തി. ഇപ്പം കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന സംഭവം. ശനിയാഴ്ച ഗൂഗിൾ മീറ്റ് നടത്തുമ്പോൾ ഒരു മോള് റിങ്കിൾ എന്ന പേര്, സ്ഥലം ഓർമ്മയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ ആരാധന നടക്കുമ്പോൾ കൈ മുഴയുള്ള മക്കൾ ഇങ്ങനെ കയ്യെ തൊട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലെ മുഴയിൽ തൊട്ടു. ആശീർവാദം കഴിഞ്ഞ് വേദന മാറി പിറ്റേ ദിവസം നോക്കിയപ്പോൾ ആ വർഷങ്ങളായിട്ടുള്ള മുഴ അവിടെ ഇല്ല. ഇറ്റ് ഈസ് ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായിപ്പോയി. അപ്പം ഞാനതിൽ ഓൺലൈനിൽ ചോദിച്ച മോളെ വേദന ഉണ്ടോ? പിന്നെ വേദനയും ഇല്ല അച്ഛാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ആ യൂട്യൂബിൽ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കി ഞാനിത് പറഞ്ഞത് എങ്ങനെയാണ്, എപ്പോഴാണ് പറഞ്ഞതെന്നൊക്കെ. അപ്പോൾ എന്താ, കഴിഞ്ഞ ചൊവ്വാഴ്ച ഇതുപോലെ ഉടമ്പടി ആരാധന പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം, ഇങ്ങനെ അകത്തുനിന്ന് കുത്തിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ശരീരത്തിൽ ഇത് പൊങ്ങിയിരിക്കുന്നത്, അത് മാർദ്ദവുമല്ല, അതിങ്ങനെ സോഫ്റ്റല്ല, അത് കല്ല് പോലെ ഇരിക്കുകയാണ്, നീ ഇപ്പോൾ അവിടെ തൊടുക. എന്നിട്ട് പിന്നെയും പറയാണ്, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പറയണത്, കർത്താവ് കാണിച്ചു തന്നിട്ടാണ് ഞാനിത് കാണുന്നതെന്ന് പറഞ്ഞു. അതെല്ലാം അവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ ഇതെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ശനിയാഴ്ചത്തെ ആരാധനയെ കുഞ്ഞു വന്ന് സാക്ഷി പറയുന്നുണ്ട് ഓൺലൈനായിട്ട്. അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കളെ ഈ ഓൺലൈനാണെന്നൊരു കാര്യമില്ല, ലോക്ക്ഡൗൺ ആണെന്നൊരു കാര്യമില്ല. കർത്താവ് ഇതൊന്നും ബാധകമല്ല. അടഞ്ഞു കിടന്നിരുന്ന അപ്പോസ്തലന്മാരുടെ സെഹിയോൻ ഊട്ടുശാലയിൽ
കർത്താവ് കഥകൾ അടച്ചിരിക്കുമ്പോഴാണ് അകത്ത് പ്രവേശിച്ചത്. കർത്താവിന് ലോക്ക്ഡൗൺ ഇല്ലെന്നർത്ഥം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിലെ അതിനെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ വിശ്വസ്തതയാൽ ഇപ്പോഴെന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ ഭാരങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസത്താൽ അഭിഷേകം ചെയ്യണമേ. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തി നിത്യസഹായിക നമ്മളിൽ നിറയണമേ. ഉന്നത ശക്തി നിത്യസഹായിക നമ്മളിൽ നിറയണമേ. ഉന്നത ശക്തി നിത്യസഹായിക നമ്മളിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കള് ഈ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള പല വിശ്വാസവും 4ാം ക്ലാസ് വിശ്വാസമാണ്. പണ്ട് കുർബാനയൊക്കെയുള്ള പാട് പഠിക്കുന്ന കാലത്ത് പഠിച്ച, അതിനുശേഷം വിശ്വാസം ഒരു സ്റ്റെപ്പ് ഇന്നേ വരെ വളരാത്ത ആൾക്കാരുണ്ട്. എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുകയില്ല. സർവൈവ്ഡ് ഫെയ്ത്ത്, ഒരു ഇഷ്യൂസൊക്കെ വന്ന് അതിനെ വിശ്വാസത്താൽ തരണം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ബലം പ്രാപിക്കുന്നത്. വിശ്വാസം നമ്മളെ ബലം പ്രാപിക്കും. ചില സമയത്ത് ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് ഇപ്പം തന്നെ എന്താണ് സംഭവം, ഇതേ സ്പീഡിനെ മകളെ ധൈര്യമായിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് മകളെ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയ ഹീലിംഗ് ആണ്. രക്തസ്രാവക്കാരോഗ്യം ആശ്വസിപ്പിച്ച് വിടുന്ന കണ്ടില്ലേ, എന്ത് മനോഹരമാണ്. സ്വന്തം ആങ്ങളൊക്കെ വീട്ടുകാർക്ക് ആർക്കും വേണ്ടാത്ത ഒരു സംഭവമാണത്. കാര്യം 12 കൊല്ലമൊക്കെ രക്തസ്രാവം വന്നുള്ള അവസ്ഥ എന്താ? നിങ്ങളുടെ പീരീഡ്സ് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. 2 ദിവസം കൂടി പോയി കഴിഞ്ഞാൽ അപ്പം ആകപ്പാടെ പുലിവാലാകും. അപ്പോൾ 12 വർഷം ഉണ്ടായ അവസ്ഥ എന്താണ്? വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, തനിക്ക് തന്നെ വേണ്ട, ചകൻ ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അവൾ. പക്ഷേ കർത്താവിന് അവളെ വേണം, മകളെയും തന്നെ വിളിക്കുന്നത്. ജീസസിൻ്റെ ഈ അഫെക്ഷൻ ഉണ്ടല്ലോ, നിങ്ങളിങ്ങനെ വെറുതെ കണ്ട് ഈശ്വരനെ കൊണ്ട് നിൽക്കണം. കർത്താവേ, എനിക്ക് കുറേ പോരായ്മ ഉണ്ട്, എനിക്ക് കുറേ പരാതികളുണ്ട്, എനിക്കിതിരെ പരാധീനതയുണ്ട്. കർത്താവ്, എങ്കിലും നീ എന്നെ ഏറ്റെടുക്കണമേ, നിന്റെ സ്നേഹം മനസ്സിലാക്കാൻ എന്നെ സഹായിക്കണമേ. മക്കളെ പ്രാർത്ഥിച്ചേ, എൻ്റെ കർത്താവേ, എനിക്ക് കുറേ പരാധീനതയുണ്ട്, പോരായ്മയുണ്ട്, എങ്കിലും എൻ്റെ സ്നേഹമേ നീ എന്നെ ഏറ്റെടുക്കണമേ. എന്നിൽ വിശ്വാസം, ദൈവസ്നേഹം, പ്രത്യാശ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഈശോ ജായിറൂസിൻ്റെ വീട്ടിലോട്ട് വരും. വരണ സമയത്ത് മുമ്പ് തന്നെ ആ വഴി വെച്ച് തന്നെ 2 പേര് തിരിച്ച് വന്നിട്ട് പറയും, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയും. എന്താ കാര്യം? കുട്ടി മരിച്ചുപോയി. അപ്പം നമ്മുടെ 8:48, 49 ലൂക്കായുടെ സുവിശേഷം. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിന്? കർത്താവ് അതിസ്പീഡായി ഇങ്ങനെ വരികയല്ലേ, ഓടിയില്ലെന്ന് മാത്രമേ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത്രയും സ്പീഡായി നടന്നു വരിക. പക്ഷെ അത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നി, ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട, കാര്യം ഡെഡായി, ആൾ ഡെഡായി. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടത് എന്തിനാ? കുട്ടി മരിച്ചുപോയി. പൊട്ടിക്കരഞ്ഞു കാണാം ജായിറൂസ്. കൂടെ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് എത്താതെ ഓടി വരേണ്ട അപ്പൻ്റെ അങ്കലാപ്പുകളിൽ ഈ കൊച്ചിൻ്റെ മരണം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരാളം എന്തായിരിക്കും? പൊട്ടിക്കരഞ്ഞു കാണാം. ഈശോ അപ്പം പറഞ്ഞ വാക്കാണിത്. എന്താണ്? ഫെയ്ത്ത്. കാരണം അയാൾക്ക് പണ്ട് യുക്തി ഉണ്ടായിരുന്നു. ജായിറൂസിന് യുക്തി എന്താണ്? അവൾ ജീവിച്ചിരിക്കണമല്ലോ, അവൾ മരിച്ച്, അവൾ മരണാസന്നയാണ്, രോഗം ഗുരുതരമാണെന്നല്ലേ ഉള്ളൂ, ആളെ ജീവിച്ചിരിക്കണമല്ലോ. അപ്പം സ്വാഭാവികമായിട്ട് തൊട്ടാൽ
കർത്താവിൻ്റെ ശക്തി കൊണ്ട് അവൾ സുഖം പ്രാപിക്കും. അപ്പോൾ ദാറ്റ് ഇസ് റീസണബിൾ. അയാളുടെ പ്രാർത്ഥന ആദ്യം റീസണബിൾ ആയിരുന്നു, ശരിക്കും സെൻസിബിൾ പ്രെയർ ആയിരുന്നു. ഇപ്പോൾ അത് നോൺ സെൻസിബിൾ പ്രെയറായി. എന്താ? മരിച്ചുപോയി. അപ്പോൾ സെൻസിബിൾ ആൻഡ് നോൺ സെൻസിബിളാണ്. ഇനി ഡെഡ് ബോഡി ആയിട്ടുള്ള സംഭവത്തെ ഇനി എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോഴാണ് ഈശോ വാക്ക് ചെയ്യുന്നത്. അതായത് ഒരു പരിധി കഴിയുമ്പോൾ, എല്ലാം കൈവിട്ട് പോകുമ്പോഴും നീ കർത്താവിൻ്റെ വിശ്വാസിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും ഒന്നും കൈവിട്ടിട്ടില്ല എന്ന് പറയും. ഈശോന് പറഞ്ഞ വാക്കെന്താ? ലൂക്ക 8:50 എന്താ പറഞ്ഞത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഡോണ്ട് യൂസ് യുവർ ബ്ലഡി ഇൻ്റലക്ട് ദെയർ. നിൻ്റെ സെൻസ് അവിടെ കയറി ഉപയോഗിക്കരുത്. ഇത് കർത്താവാണ്, ഇത് കർത്താവാണ്, ഇത് ശാസ്ത്രമല്ല, ഇത് കർത്താവാണ്. അതാണ്. അല്ലെങ്കിൽ ആ മാത്രത്തിൻ്റെ ആവശ്യമില്ല. ഫെയ്ത്ത് അലോൺ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് ഒരു സർവൈവ്ഡ് ഫെയ്ത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ സെൻസിബിളായിട്ട് പോയി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചില ആൾക്കാർ കടമെന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പോൾ ഇന്നാളെ 18 കോടി രൂപയുടെ കടം പറഞ്ഞില്ലേ, അപ്പം ഞാൻ അയാളോട് സെൻസിബിളാണെന്ന് ചോദിച്ചു. ഇത് വീടാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഒരു മാർഗ്ഗവുമില്ല, വിൽക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിൽക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഈ 18 കോടി എങ്ങനെ പരിഹരിക്കും? നമ്മുടെ മുമ്പിൽ മാർഗ്ഗമൊന്നുമില്ല. ഇപ്പോൾ ചിലപ്പോൾ ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിന് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ലെന്ന് എൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് നോൺസെൻസ്. വൈദ്യശാസ്ത്രത്തിൽ ഒന്നും ചെയ്യാനില്ലെന്ന് എൻ്റെ അർത്ഥമുള്ളൂ. ദൈവത്തിന് ഒന്നും അസാധ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ മനുഷ്യാവതാര രഹസ്യം ഉണ്ടാകുന്നത്. ഇപ്പം ലൂക്ക 1:37 എന്താ വായിക്കണത്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അതാണ് ഈശോ പറയണത്. എന്താണ്? ഫെയ്ത്ത് അലോൺ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇപ്പം വിശ്വസിക്കുക, അപ്പോഴും നമ്മൾ വിശ്വസിക്കും, അപ്പോഴും നമ്മൾ അത് എൻ്റെ എപ്പോഴും ഒരു വിഷയം എന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ നല്ല വിശ്വാസിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു സംഭവം നടക്കുന്നു. അപ്പോഴേ കറകളഞ്ഞ വിശ്വാസിയാണെങ്കിൽ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിവേചനം കിട്ടും നമുക്ക്. അത് ദൈവഹിതമാണ്. അപ്പോൾ ഇനി നമുക്ക് സബ്മിഷനേ ഉള്ളൂ. ഇപ്പോൾ കർത്താവ് കുരിശിൽ മരിക്കാൻ പോകുമ്പോൾ കുരിശിലെ വിശ്വാസിനെ ഉയർത്തി നിൽക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുക ഇല്ല. കർത്താവിൻ്റെ ദാസി എന്ന് പറയും. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയും. അപ്പോൾ അതേസമയം തന്നെ ജീവിതത്തിൽ അതൊരു വിഷയം, അതൊരു സ്കൂൾ ഓഫ് സബ്ജക്റ്റുകളാണ്. അതുപോലെ ചില വിഷയങ്ങൾ നമ്മൾ പോലും വിചാരിക്കാതെ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺലൈനിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പോഴേ കർത്താവ് ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണാണ്. ഗൂഗിൾ മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയാണ് കൂടണത്. പക്ഷെ അമ്മ അത് ഓൺ ചെയ്ത് സ്വരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മകളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ബിടെക് കരുതിയാണ്. അപ്പോൾ അവൾ ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ മീറ്റ് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞത്, വായിന്ന് ദുർഗന്ധം വരുന്ന വ്യക്തികൾ വായിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അതാണ് ഗൂഗിൾ മീറ്റിൽ പറയണത്. അപ്പോൾ ഉടനെ ഈ മകള് ഉടനെ മകളെ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ എന്ന് പറയാൻ വേണ്ടി ഈ പഠിക്കുന്ന കൊച്ചിൻ്റെ നേരെ അമ്മ തിരിയും. അപ്പോഴുണ്ട് അവൾ കുനിഞ്ഞ് താഴെ ഇരുന്ന് അമ്മ പറയുമ്പോൾ തന്നെ അവളുടെ വായിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാക്ഷി ഇന്നലെ ശനിയാഴ്ച പറഞ്ഞത് എന്താ പറയണത്? പിന്നീട് വർഷങ്ങളായിട്ടുള്ള ഇത് അസുഖമാണിത്, ഉദരത്തിൻ്റെ അസുഖമാണത്. പക്ഷേ വർഷങ്ങളായിട്ടുള്ള സാധനം പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. സെക്കൻഡുകൾക്കുള്ള അതിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം? അമ്മ തിരിഞ്ഞു നോക്കി, മകളെ അച്ഛൻ പ്രാർത്ഥിക്കണ കേട്ടില്ലേ, നിനക്ക് അസുഖമുള്ളതല്ലേ, നീ വായിക്കൈ വെക്കാൻ പാടില്ല എന്ന് അമ്മ തിരിയുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല, അവളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പഠനത്തിൻ്റെ ഇടയ്ക്ക് അവൾ വിശ്വസിക്കണം. എന്നിട്ട് ഇത് അമ്മ സാക്ഷ്യം പറയുമ്പോൾ അവൾ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾക്കത് അച്ഛൻ്റെ ഗൂഗിൾ മീറ്റ് നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക്. ആ കൊച്ച് അടുത്തേക്ക് വന്നിട്ട് അമ്മയിടയ്ക്ക് ഒന്ന് ഇയർഫോണിൻ്റെ ഒരു കപ്പ് വാങ്ങിച്ചിട്ട് അവളുടെ ചെവി വെക്കും. അച്ഛൻ എന്തൊക്കെയാണ് പറയണത് കേൾക്കാൻ വേണ്ടി. എന്നിട്ട് അവളിതിങ്ങനെ കാണിക്കും ക്യാമറയുടെ മുമ്പിൽ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് കൈ മുഴുവൻ പൊരിഞ്ഞ് വിസർപ്പം പോലെ അഴുക്കം പിടിച്ച് തൊലി പൊളിഞ്ഞ് ചെറുങ്ങിയിരിക്കുകയാണ് മഴ. അപ്പോൾ ആ സെക്കൻഡിൽ അമ്മയോട് പറയാം, അമ്മ ഇതും കൂടി പ്രാർത്ഥിച്ചേക്കാൻ പറയാം. അപ്പോൾ ഉടനെ
അമ്മ ഗൂഗിൾ മീറ്റിൽ അതും കൂടി പ്രാർത്ഥിക്കും. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കൈ അങ്ങ് വെളുത്തു പോകും. ഇപ്പം ഞാൻ ഉടനെ ആ കൈ കണ്ടാൽ പറഞ്ഞു, അമ്മ അത് അതിൻ്റെ കൈകളല്ല എന്ന് പറഞ്ഞു. എൻ്റെ മക്കളെ, വിശ്വാസത്തിൻ്റെ ലെവൽ അതാണ്. ഞാനിത് പറയാൻ കാര്യം, ഈശോ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എല്ലാം ഓർത്തിട്ട് എങ്ങനെയെങ്കിലും വിശ്വാസം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. അതിജീവിക്കുന്ന വിശ്വാസം ചില സമയത്ത് ബുദ്ധിപരമാണെന്ന് തോന്നാത്ത വിശ്വാസം, ഇങ്ങനെ വിശ്വാസ വരദാനങ്ങളാൽ എന്നെ, അത്തരം വിശ്വാസ വരദാനങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണമേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ കാണിക്കുന്ന വിശ്വാസം കണ്ടില്ലേ? അതാണ് എൻ്റെ ശുശ്രൂഷയിലൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ വിഷയം അതിനേക്കാൾ വലുതാണ്. എന്തുകൊണ്ട് പത്രോസിനെ, എന്തുകൊണ്ട് യാക്കോബിനെ, എന്തുകൊണ്ട് യോഹന്നാനെ മാത്രം കൂട്ടിക്കൊണ്ട് അവൻ വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന കാര്യം ആ കൂടാരത്തിലേക്ക്, മരണകൂടാരത്തിലേക്ക് പ്രവേശിച്ചു? കർത്താവ് തൻ്റെ മരണകൂടാര, ആ കുഞ്ഞിൻ്റെ മരണകൂടാരത്തിലേക്കും പ്രവേശിക്കുമ്പോൾ തൻ്റെ കൂടെ കൂട്ടുന്നത് ആരെയാണ്? യോഹന്നാനെ. യോഹന്നാനെ എന്താ കൂട്ടിയത് ഞാൻ പറഞ്ഞു. പെർഗാമോസിലെ സഭയുടെ വിശ്വസ്ത സർവൈവ്ഡ് ഫെയ്ത്തിനെക്കുറിച്ച് ആധികാരികമായ ബോധ്യമുള്ള ആളാണ് യോഹന്നാൻ. 2:13. പത്രോസും അതുപോലെ തന്നെയാണ്. സർവൈവ്ഡ് ഫെയ്ത്ത്. 1 Petrus 5:7. അല്പകാലം 5:6 മുതൽ വായിക്കാം നമുക്ക്. 1 Petrus 5:6. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും ആനന്ദിക്കുവിൻ. അപ്പോൾ വ്യസനത്തിലുള്ള ആനന്ദമാണ് സർവൈവ്ഡ് ഫെയ്ത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അതിജീവന വിശ്വാസത്തിൻ്റെ അടയാളം എന്താണ്? വ്യസനത്തിൽ ആനന്ദമാണ്. 1 Petrus 1:6. ഈ നിനക്ക് അതിജീവന വിശ്വാസമുണ്ട്, അതിജീവിച്ച വിശ്വാസം ഉണ്ടെങ്കിൽ വ്യസനം വരുമ്പോൾ ആനന്ദം ഉണ്ടാകും. എന്താ കാര്യം? 1:7 വായിക്കാം. എന്താ വന്ന്? കാരണം അഗ്നിശോധനയെ ഏറ്റു പറഞ്ഞു മക്കളെ, അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് അതിജീവനം. പത്രോസാണത് പറയണത്. 1 Petrus 1:7. അതിജീവിക്കുന്ന വിശ്വാസം. അതായത് ഇത് സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. ഏതാണ്? പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. ഒരു സങ്കടകാലത്തെ അതിജീവിക്കുന്ന വിശ്വാസം. സങ്കടം വന്നു, പക്ഷേ എന്നാലും നമ്മൾ അതിജീവിക്കുകയാണ്. സങ്കടം വന്നു. ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു മോള് മരിയ ഇല്ലേ, അവളെ AK-47 കാണിച്ചാണ് കലാപകാരികൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവളോട് അവളുടെ ശരീരത്തെ ബലാത്കാരമായിട്ട് ഉപയോഗിച്ചു. എന്നിട്ട് നിർബന്ധമായിട്ട് കല്യാണം കഴിച്ചു. എന്തൊരു ലോകമാണിത്! എന്തൊരു ലോകം ഇത്! ഇതിനേക്കാൾ, അതായത് നമ്മൾ കാടം വർഗ്ഗകാലമില്ലേ, ബാർബേറിയൻസിൻ്റെ ആ കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതൊക്കെ കാട്ടിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് പറ്റിയ കാട്ടുകോടതിയും അത് അംഗീകരിച്ച കോടതി എന്നിട്ട് പറഞ്ഞ് അത് എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ, 14 വയസ്സ് ഉള്ള കുഞ്ഞിനാണ്, അവളോടാണ് ഈ പീഡനം നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന് ആർക്കും തെറ്റില്ല. അതിന് തെറ്റില്ല എന്ന് വിധിക്കുന്ന ഒരു കാട്ടുകോടതി. ദാറ്റ് മീൻസ് ഇത് കാട്ടു നിയമങ്ങളാണ്. അതായത് മനുഷ്യൻ, പരിഷ്കൃത സമൂഹം
ഇന്നത്തെ നിലയിൽ വരുന്ന മുമ്പ് നമ്മൾ നരഭോജികളും ബാർബേറിയൻസും ആയിരുന്നു. അക്കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ കാഴ്ചകളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഒരു രാജ്യമാണ് പോണത്. ഇനി എന്തെല്ലാം വിപത്തുകൾ വരാനിരിക്കണം എൻ്റെ പിന്നിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിൽ വിചാരിക്കുന്ന ക്രിസ്ത്യൻസ് വിചാരിക്കും അവിടെ നമുക്ക് ഓടിക്കളയാം, കാനഡയിൽ പോയി താമസിക്കാമെന്ന് പറയും. നിങ്ങൾ എവിടെയാണ് നിനക്ക് പീഡനം? അതാണ് ഈ പെർഗാമോസിലെ സഭയുടെ ഗുണവതാണ്. പെർഗാമോസിലെ സഭ എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കാലത്തും നിന്റെ വിശ്വാസം, എന്നുള്ള വിശ്വാസം തള്ളിപ്പറയാതെ നീ അവിടെ തന്നെ നിന്ന് സാക്ഷിയായെന്ന്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 ആരാധന ആരാധന. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ അന്വേഷിക്കുന്നത് വൈ പീറ്റർ, വൈ ജെയിംസ്, വൈ ജോൺ. എന്തുകൊണ്ടാണ് ജയരൂസിൻ്റെ മകൾ മരിച്ചു കിടന്നപ്പോൾ ആ മരണകൂടാരത്തിലേക്ക് പത്രോസിനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയത്? എന്തുകൊണ്ടാണ് യോഹന്നാനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയത്? യോഹന്നാൻ സർവൈഡ് ഫെയ്ത്തിൻ്റെ ആളാണ്, അതിജീവിച്ച വിശ്വാസത്തിൻ്റെ ആന്തരിക ബോധ്യമുള്ള ആളാണ്. പത്രോസും അത് തന്നെയാണ്. പത്രോസ് 1:7. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണ്ണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം. ഈ അതിജീവിച്ച വിശ്വാസം വന്നാൽ കർത്താവിൻ്റെ കൂടെ വരാൻ, ഏത് മരണകൂടാരത്തിലേക്കും ദൈവത്തിന് കൂടെ പോകാൻ നിനക്ക് അനുവാദം കിട്ടും. മറ്റവരെ അനുവദിച്ചില്ലല്ലോ. യുദാസിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ, അന്തർദാസിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുവദിച്ചില്ല. ഇവരെ അനുവദിക്കാൻ കാരണം എന്താണ്? ഈ യാക്കോബ് ഉൾപ്പെടെ. ഇനി യാക്കോബിലേക്ക് നമുക്ക് വരാം. ഒന്ന് യാക്കോബിൻ്റെ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യാക്കോബ് 1:3. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യാക്കോബ് 1:3. എന്തെന്നാൽ, ഏറ്റു പറഞ്ഞ മക്കളെ, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഇതാണ് യാക്കോബിന്റെ പ്രത്യേകത. യാക്കോബിന്റെ ബോധ്യം എന്താണ്? വിശ്വാസം പരീക്ഷിക്കപ്പെടാനുള്ളതാണ്. വിശ്വാസം ചുല്ലിലും കൂട്ടിലിട്ടിട്ടേ ഒരു കാഴ്ച വസ്തുവായിട്ട് വെക്കാനുള്ളതല്ല. വിശ്വാസം എന്തിനുള്ളതാണ്? ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ, അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം, നിൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടാനുള്ളതാണ്. എന്തിനാണ് പരീക്ഷിക്കപ്പെടുന്നത്? മിസ്സിങ് ഫെയ്ത്ത് അല്ല. ഇപ്പം ചില കാറിൻ്റെയൊക്കെ കാർബേറ്റിൽ കരി കയറി കഴിഞ്ഞാൽ പമ്മി നിൽക്കത്തില്ലേ? അപ്പം പെട്രോളിൻ്റെ അകത്ത് കരടുണ്ടെങ്കിലും പമ്മി നിൽക്കും. മിസ് ചെയ്യണമെന്ന് പറയും. മിസ്സിങ് എന്നാ പറയണത്? ഫെയ്ത്തിന് മിസ്സിങ് ഇല്ല, സ്ഥിരത വേണമെന്നാണ് പറയണത്. അതാണ് യാക്കോബ് പറയണത്. എന്താണ്? യാക്കോബ് 1:3. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. സ്ഥിരതയുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുനടക്കത്തുള്ളു. വട്ടുകേസിനെ ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന് അർത്ഥമാണ്. അനുവദിച്ചില്ലെന്നല്ല പറയണത്. യാക്കോബിനെ അല്ലാതെ, പത്രോസിനെ അല്ലാതെ, യോഹന്നാനെ അല്ലാതെ ശിഷ്യന്മാരിൽ ആരെയും തന്നെ കൂടെ പോകാൻ അവൻ അനുവദിച്ചില്ല. 9:21. എന്താ കാരണം? സ്ഥിരതയില്ലാത്തവന്മാരാണെന്നാ. വിശ്വാസത്തിൻ്റെ അത് സ്ഥിരതയില്ല. സ്ഥിരത ഉണ്ടാകണമെങ്കിൽ യാക്കോബ് 1:3 വേണം. എന്താണ്? വിശ്വാസം പരീക്ഷിക്കപ്പെടണം. ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ വീണ്ടും ആ വിഷയത്തെക്കാൾ വിശ്വാസത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിനാണ് ഒന്നാം സ്ഥാനം. അപ്പോഴാണ് സ്ഥിരത ലഭിക്കുന്നത്. സ്ഥിരതയില്ലാത്തവരെ കൂടെ കൊണ്ടുപോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, യാക്കോബിനെ പോലെ, പത്രോസിനെ പോലെ, യോഹന്നാനെ പോലെ നമ്മുടെ കൂടാരങ്ങളിലേക്കും അങ്ങയുടെ കൂടെ വരാനുള്ള അനുവാദം ലഭിക്കാൻ എന്റെ വിശ്വാസത്തെ അതിജീവിക്കുന്ന വിശ്വസ്തയായി കർത്താവേ, സ്ഥിരതയുള്ള വിശ്വാസമായി രൂപാന്തരപ്പെടുത്തണമേ. വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ നിന്നും മുന്നേറും ഞാൻ,
വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കുറച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്തുതിച്ച് നമുക്ക് അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവായി മുഴുവറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ ചൂടിയവനെ കർത്താവേ, നിന്റെ വിശുദ്ധമായ തുറമുറ വളരെ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ താരമാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാനുള്ള വരം നൽകിക്കൊണ്ട് വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമില്ല കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം നമുക്ക് ആവശ്യമില്ല കർത്താവേ, നീ അറിയുന്നു. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, 2ാം ക്ലാസ്സൊക്കെ പഠിക്കണ അച്ഛനെ, അതായത് മുടി വലത്തും ഇടത്തോടും ചീകിയിടുന്ന ഒരു കൊച്ചുമകനെ കാണിക്കുന്നുണ്ട്. പർപ്പിൾ കളറുള്ള നിക്കറ്, വെള്ള ഷർട്ട്, ഒരു സ്കൂൾ ബാഗ്. ആ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചു തന്നതിന് നന്ദി പറയുന്നു കർത്താവേ. ആ കുഞ്ഞിൻ്റെ മേൽ കർത്താവിനെ എവിടെയായിരുന്നാലും എന്തവസ്ഥയിലായിരുന്നാലും യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അവൻ കർത്താവിന്റെ കൃപയിലും പരിപാലനയിലും ശക്തിയിലും സൗഖ്യവും പ്രാപിക്കട്ടെ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി കടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി കടരണമേ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നെറ്റിക്ക് കുത്തണ വലിയ പൊട്ടില്ലേ, അതുപോലുള്ള ഒരു പൊട്ടുവിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ ചൊറി പോലുള്ള കുരുക്കൾ, വലിയ ചലവും കാര്യങ്ങളൊന്നുമില്ല, ചുവന്നിങ്ങനെ ഇരിക്കുന്നു. ചുവന്ന ഒരു മുഖമാണ് അതിനൊക്കെ ഉള്ളത്. ശരീരം ആസനം പ്രത്യേകിച്ച് മുതുകത്ത് കൂടുതലുണ്ട്. ആ വ്യക്തിയെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. അത് പക്ഷേ അതുപോലെ തന്നെ മക്കളെ, ഇതുപോലെയുള്ള ഓരോ രോഗങ്ങൾ, ഇപ്പം തലയിലൊക്കെ ഇതുപോലെ രോഗങ്ങളുള്ളവരുണ്ടാവും. തൊലി പൊളിഞ്ഞു പോകുന്നവരില്ലേ, അവരിനെ ശരീരത്തിൽ തൊലി പൊളിഞ്ഞു പോകുന്നവർ, ഇതൊക്കെ അലർജി ഉള്ളവരില്ലേ, വിശപ്പ് രോഗങ്ങൾ, സൊറിയാസിസൊക്കെ ഉള്ള രോഗങ്ങൾ, അതുപോലെ ശരീരം മുഴുവൻ ഇതുപോലുള്ള ഓരോരോ തൊലിയുമായി ബന്ധപ്പെട്ട് വ്രണങ്ങൾ, പരുക്കൾ, കുരുക്കൾ, ഇങ്ങനെയുള്ള വ്യക്തികളെ മുഴുവനും ഈ സമയത്ത് ശരീരം മുഴുവനും പൊതിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വാസ പ്രമാണം അറിയാമെങ്കിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം, ഇങ്ങനെ കൈതൊട്ടുകൊണ്ട്. അല്ലെങ്കിൽ ഇനി വിശ്വാസികൾ നിങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണെന്ന് വിചാരിച്ചോ, അക്രൈസ്തവരാണെങ്കിൽ അതേസമയം ദൈവമേ എന്നെ നീ സ്പർശിക്കണമേ എന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. കർത്താവേ, ദൈവമേ എന്നെ നീ സ്പർശിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശ്രുതിക്കട്ടെ. അല്ല കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിനെ സ്വന്തം ചെയ്യുന്നു കർത്താവേ. നിന്റെ തിരുമുറവാർന്ന് വലതുകരം കർത്താവേ, ഇതുപോലെ ചിരങ്ങൾ, ചൊറികൾ, ചുണങ്ങൾ കർത്താവേ, ത്വക്ക് രോഗങ്ങൾ, വിശപ്പ് രോഗങ്ങൾ, സൊറിയാസിസ് രോഗങ്ങൾ, ഉള്ളം കാലുകൾ കർത്താവ്, തൊലിപ്പാട കർത്താവേ, പൊടിയുന്ന അസുഖങ്ങൾ, പൊടിഞ്ഞ് മലർന്ന് ചോരയായി ജലമായി കഴിയുന്ന വികൃതമായി പോകുന്ന രോഗങ്ങളെ, മരുന്നിൻ്റെ അലർജി കർത്താവേ, ഈശോ
കർത്താവ് ഗർഭസ്ഥാവസ്ഥയിലെ അബോർഷന് വേണ്ടി മരുന്ന് കഴിച്ചിട്ട് ജനിച്ച സമയത്ത് കർത്താവ് തൊലി പൊളിഞ്ഞു പോയവരെ ചലഞ്ച് ചെയ്യുന്നവരെ കർത്താവ് ഒരിക്കലും പൊറുക്കാത്തവരെ മരുന്നില്ലാത്തവരെ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കരുണമേ, തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കരുണമേ. പെരുമഴവോ പെയ്യട്ടെ, പെരുമഴവോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അസ്ഥിക്കുഴകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അസ്ഥിക്കുഴ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളെ പ്രത്യേകിച്ച് ഈ പിൻകഴുത്തിൽ സ്പോണ്ടിലോസിസ് ഉള്ളവരും അവർ പിൻകഴുത്തിന് ഉളുക്കുള്ളവരും അതുപോലെ തലയും നട്ടെല്ലും തമ്മിലുള്ള ജോയിൻസിന് തേയ്മാനമുള്ളവർ, ചിലപ്പോൾ കൊളക്കപ്പെട്ട് നടക്കുന്ന ആൾക്കാർ, അവന് അസ്ഥികൾ എവിടെയെങ്കിലുമൊക്കെ ജോയിൻസിന് തേയ്മാനമുള്ളവർ, മുട്ടിന് തേയ്മാനമുള്ളവർ, നടുവിന് തേയ്മാനമുള്ളവർ, ആ മേഖലകളെല്ലാം കർത്താവ് സ്പർശിക്കുന്ന സമയം ഈശോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം, സന്തോഷം പ്രാർത്ഥിക്കണം. എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷിയായി ഞാൻ ജീവിച്ചോളാം, വിശ്വസ്തയോടെ എന്നെ ജീവിക്കാൻ എനിക്ക് കൃപയും വിശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവേ. അസ്ഥി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ അസ്ഥി തേയ്മാനമുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. ഓ ദിവ്യകാരുണ്യമേ, അസ്ഥി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. പക്ക അസ്ഥിയുള്ളവർ, വളയിൽ വാരിപ്പറ്റുകൾ ഒടിഞ്ഞവർ കർത്താവേ, അത് കേടുപാടുകൾ പൊക്കിയിട്ട് കർത്താവേ. പിന്നെ അസ്വസ്ഥയും നീർക്കടലും ഉള്ളവർ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ, കഴുത്ത് പെൺകഴുത്തിന് കുഴപ്പ കർത്താവെ കപ്പുകൾ ഉപയോഗിക്കുന്നവർ എല്ലാവരും സൂചന, നടുവേദനക്കാരെ സൂചന പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇരിക്കാൻ പറ്റാത്തവർ, മുട്ട് കുത്താൻ പ്രാർത്ഥിക്കാതെ നിൽക്കാൻ പറ്റാത്ത കർത്താവ്, കിടക്കാൻ പറ്റാത്തവർ, പലതരത്തിലുള്ള അസ്ഥിരോഗങ്ങൾ കിടന്നു പോണവർ കർത്താവ്, ജോലി എടുക്കാൻ പറ്റാത്ത കർത്താവ്, അവിടെയെല്ലാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ ദൈവനാമത്തിൽ സൗഖ്യമാകട്ടെ കൽപ്പിക്കുന്നു. I command you in the name of Jesus Christ. Hallelujah. Hallelujah, 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 hallelujah. യേശുവേ, hallelujah, hallelujah, hallelujah. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ നീ അഭിഷേകമേ, ഓ നീ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ആന്തരിക അവയവങ്ങൾ എന്ന് പറയുമ്പോൾ പാങ്ക്രിയാസ്, കട്ട്, കരള്, അവിടെ എല്ലാം കൈകൾ വേദനയുള്ളവർ, രോഗമുള്ളവർ, ഷുഗർ രോഗമുള്ളവരൊക്കെ പാങ്ക്രിയാസിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ രോഗികളെ ഹാർട്ടിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയ്ഡ് രോഗികളെ, ടോൺസിൽ രോഗികളെ കഴുത്തിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. തലയ്ക്ക് വേദനയുള്ളവർ, മുക്കിൽ നിന്ന് കെടുരക്തം വരുന്നവരും ദുർഗന്ധം വരുന്നവരും എല്ലാം നെറ്റിക്കും മൂക്കിനും കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണ് വേദനക്കാരും, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും, കണ്ണ് മങ്ങുന്നവരും കണ്ണിന് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ചെവിയുടെ പഴുപ്പ് വരുന്നവർ, ചെവി കേൾവിക്കുറവുള്ളവരൊക്കെ ചെവി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അടിവയറ്റിൽ ഉദര രോഗമുള്ളവർ, അതുപോലെ തന്നെ കുടലിന് പഴുപ്പുള്ളവർ, നീർക്കട്ടൽ വരുന്നവർ, കുടലിന് കുരുക്കുള്ളവർ, അൾസർ രോഗികൾ, അൾസസ് രോഗികൾ ഒക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഗർഭാശയ രോഗങ്ങളുള്ളവർ, ട്യൂബിൽ ബുദ്ധിമുട്ടുകളുള്ളവർ, ട്യൂബ് ബ്ലോക്കുള്ളവർ, ട്യൂബ് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞിട്ടുള്ളവർ ആ ട്യൂബിൻ്റെ സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പീരീഡ്സ് ഒക്കെ അല്ലാത്തവർ, പീരീഡ്സ് നീണ്ടു പോകുന്നവർ, പീരീഡ്സ് ഇല്ലാത്തവർ, വർഷങ്ങളായിട്ട് വരാത്തവർ ഒക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, നിൻ്റെ നാമത്തിന് നന്ദി പറയുന്ന കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ്. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ്. കിഡ്നി രോഗികൾ കർത്താവ്, കരൾ രോഗികൾ കർത്താവ്, ഉദര രോഗികൾ, ഉദരാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ കർത്താവ്, ആന്തരിക അവയവങ്ങൾ കർത്താവ്. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടേണ്ട കർത്താവ്, വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടേണ്ട കർത്താവ്. ഈശോ തൊണ്ടിയുടെ അസുഖങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ കർത്താവ്, തൈറോയ്ഡ് രോഗം കർത്താവ്, തലച്ചോറ് അസുഖങ്ങൾ, തലച്ചോറിൽ കർത്താവ്, ഞരമ്പുകൾ കർത്താവ്, പിടച്ചിരിക്കുന്നവർ കർത്താവ്, ബ്ലോക്ക് ചെയ്തിരിക്കുന്നവർ, മരവിച്ചിരിക്കുന്നവർ, ഈശോ ഞരമ്പുകൾക്ക് എവിടെയെങ്കിലും, ഏതൊക്കെ ഞരമ്പുകൾക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ഉള്ളവർ കർത്താവ് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവനാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ
സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരമായവൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ധാരമായവൻ നൽകിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ഒറ്റയ്ക്ക് താമസിക്കുന്നവര്, പാട്ടത്തിന് താമസിക്കുന്നവര്, വാടകക്കാര്, വീട്ടിലേക്ക് വഴിയില്ലാത്തവര്, വീട് സ്ഥലവും ജപ്തിയാകാൻ പോകുന്നവര്, വീട് സ്ഥലവും പണയപ്പെടുത്തിയിട്ട് എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ, വീടിന് വേണ്ടി ആപ്ലിക്കേഷൻ പഞ്ചായത്തുകളിൽ മറ്റ് ഗവൺമെൻറ് ഏജൻസികളിൽ വെച്ചിരിക്കുന്നവർ എല്ലാം ഈ സമയത്ത് ഓർക്കണം. കർത്താവ് നിനക്ക് വീട് തന്നിരിക്കുന്നുവെന്ന് നീ മനസ്സിൽ പറ, ഞാൻ സാക്ഷിയാവും. കർത്താവ് എനിക്ക് വീട് തന്നിരിക്കുന്നു, ഞാൻ കർത്താവിന് നന്ദി പറയുന്നുവെന്ന് നീ മനസ്സിൽ പറ. ഞാൻ ഇതിൻ്റെ പേരിൽ കർത്താവിൻ്റെ അടുത്താൽ കയറി സാക്ഷിയായി ജീവിക്കും, സാക്ഷ്യം പറയുമെന്ന് നീ മനസ്സിൽ പറയാം. വിവാഹം താമസിക്കുന്നവരെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവരെ, വിവാഹം പിരിഞ്ഞു പോകാൻ പോകുന്നവരെ, മക്കൾ അനാഥമായി പോകാൻ പോകുന്നവർ, കടുത്ത വൈരാഗ്യത്തിന് കഴിയുന്ന മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, ജീവിത പങ്കാളി മക്കളും ഉണ്ടെങ്കിലും വേറെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ബന്ധമുള്ളവർ, അതിൻ്റെ പേരിൽ കൃപ നഷ്ടപ്പെട്ടിട്ട് അതാണ് നല്ലതെന്ന് മനസ്സിൽ തോന്നിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ പേരിൽ പ്രാർത്ഥനയില്ലാത്തവർ, അന്യമതസ്ഥരെ പ്രേമിച്ചതിൻ്റെ പേരിൽ ക്രിസ്തീയ പ്രാർത്ഥനകൾ ക്രമേണ നശിച്ചു പോയവർ, അതിനോടുള്ള മടുപ്പ് വന്നവർ, ആത്മാവ് അപകടത്തിലായവർ, തിരുത്താൻ പറ്റാത്ത ജന്മങ്ങൾ, കുടുംബത്തിലുള്ള അവതാരങ്ങൾ, പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാത്ത മനുഷ്യർ, സാത്താൻ്റെ സിംഹാസനമായി മാറുന്ന വ്യക്തികൾ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിദേശങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിദേശങ്ങൾ അകപ്പെട്ടവർ, നാട്ടിൽ വരാൻ പറ്റാത്തവർ, പല പല രേഖകൾ കാരണം, ഇല്ലാത്തത് കാരണം, കൊടുക്കാനില്ലാത്തത് കാരണം, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കാരണം വിത്തുകളുടെ പോയവരുടെ യാത്രകൾ, ജോലികൾ, പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നവർ, മാതാപിതാക്കന്മാർ, രോഗികൾ, ഉള്ള വരുമാനം കൊണ്ട് എല്ലാവരെയും സന്ധിച്ചു കൊണ്ടുപോകാൻ പറ്റാതെ വേദനിക്കുന്നവർ, അതിൻ്റെ പേരിൽ വിശ്വാസം കുറഞ്ഞു വരുന്നവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾ മുട്ടി നിൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കൾ മുട്ടി നിൽക്കുക. കർത്താവ് പരിശുദ്ധ അമ്മയുടെ കൃപാസന ആൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തവർ, നെറ്റൊക്കെ പേർ റിക്വസ്റ്റ് ഇട്ടവർ, ഉടമ്പടി ആരാധന പങ്കെടുത്തവർ, ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തവർ, അവരൊക്കെ എല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ്, ഈ നിമിഷം നിങ്ങളെ പ്രാർത്ഥിക്കുക. കർത്താവിനെ സാക്ഷിയാക്കാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ കുടുംബത്തിന് ശാപം പിടിച്ച കുടുംബങ്ങളാണെങ്കിൽ, കന്നുകാലികൾ വാഴാത്ത കുടുംബങ്ങളാണെങ്കിൽ, ജോലി എടുത്തിട്ടൊന്നും എത്തപ്പെടാത്ത കുടുംബങ്ങളാണെങ്കിൽ, അതുപോലെ തന്നെ ഓരോ കമ്പോളങ്ങൾ, വ്യാപാര വ്യവസായങ്ങളെല്ലാം തകർച്ചയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയമാണ് അച്ഛൻ. അവരൊക്കെ മുട്ടുനിന്ന് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിന് ദൂരമില്ല, കർത്താവിന് അകലമില്ല. കർത്താവ് നിൻ്റെ ആത്മാവാണ്, നിൻ്റെ അധരത്തിലാണ്. കർത്താവ്, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. പിന്നെയും ഞാൻ പറയുന്നു കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ്, ഇപ്പോഴേ എൻ്റെ വർത്തമാനം കേട്ട് കർത്താവേ, അങ്ങനെ ആശ്രയിച്ച് വിശ്വസിച്ച് അവലംബം പ്രാപിച്ചു കർത്താവേ, അനേകം മക്കൾ പലയിടങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മുട്ടുകൊണ്ടുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈശോ കർത്താവേ, നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിപ്പിടുമ്പോൾ വൈദാക്കാലം ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങൾ പ്രവേശിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കടത്തിലായി പോയവർ കർത്താവ്, ഉച്ചയ്ക്കും കർത്താവ്, അതുപോലെ തന്നെ പലതരത്തിലും പണയത്തിലും പാട്ടത്തിലും കർത്താവ് അകപ്പെട്ടവർ, മക്കളെ വളർത്താനും പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ, കർത്താവ് അകന്നു പോകുന്ന കുടുംബങ്ങളെ, വിവാഹ മോചനത്തിൽ കർത്താവ് കുപ്പുകുത്തുന്ന കുടുംബങ്ങളെല്ലാം കർത്താവ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മക്കളെ, പൊടിമക്കൾ കർത്താവ്, പലതരത്തിലുള്ള വിഷമങ്ങൾ ചെന്ന് എത്തപ്പെട്ടവർ, ആധ്യാത്മികമായ അപകടത്തിൽ അകപ്പെട്ടവർ കർത്താവ്, ഈശോ അവരെല്ലാം നീ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ, പല വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടവർ കർത്താവ്, ജീവിത പങ്കാളിയെ കൂടി അങ്ങോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ, കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകളിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ, മക്കൾക്ക് ജോലി, കർത്താവരുടെ അഡ്മിഷൻസ്, അവരുടെ
പഠനങ്ങളിലെല്ലാം പരാജയങ്ങൾ വന്നിട്ട് വിഷമിക്കുന്നവർ, അവിടെ സ്വഭാവ വ്യത്യാസങ്ങൾ കൊണ്ട് കരുതാൻ പ്രാർത്ഥനയില്ലാത്ത ജീവിതം, വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥകൾ എല്ലാത്തിലും കണ്ണീരിടുന്ന മാതാപിതാക്കന്മാർ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മക്കളില്ലാത്തവരെ, ജയിലിൽ കിടക്കുന്നവരെ, പലതരത്തിലുള്ള വേദനകൾ വിഷമങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്നവർ, കേസ് വ്യവഹാരം നടക്കുന്നവർ, അയൽവാസികളുമായിട്ട് അതിർത്തി തർക്കങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ കർത്താവ്, അങ്ങനെ എല്ലാ മക്കളും ഈശോ നിന്റെ വിശുദ്ധമായ കുരിശ് കർത്താവ് അവിടെ ഭവനങ്ങളെല്ലാം നാട്ടപ്പെടട്ടെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ. യേശുക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം അവിടെ കുടുംബങ്ങളിലെ നാലതിരുകളിൽ, അവിടെ സഞ്ചാര പത്രങ്ങളിൽ കർത്താവിന്റെ രക്തം അവിടെ സംരക്ഷണമാവട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരെ, സ്വകാര്യമായി പ്രാർത്ഥിക്കുന്നവർ, അവിടെ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ്, അവിടെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അഭിഷേകമായി ലഭിക്കട്ടെ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമനാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേക്കാരാധന.